ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ഡിസിഷൻ്റെ അടുത്ത സെക്ഷനിലേക്ക്. പേജ് നമ്പർ 175. കഴിഞ്ഞ ദിവസം 174 വരെയുള്ള പേജുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു, അത് മനസ്സിരുത്തി എന്ന് വിചാരിക്കുന്നു. പേജ് നമ്പർ 175 അടുത്ത സെക്ഷൻ. ഇത് 2 മാർക്കിന് വളരെ സാധ്യതയുള്ളതും കാലാകാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു പോർഷനാണിത്. ഫസ്റ്റ് ഓഫ് ഓൾ, പേജ് നമ്പർ 175 ഡിയോപോളി. നിങ്ങളുടെ ടെക്സ്റ്റ് വേണം. ഞാൻ ഈ പറയുന്ന പോർഷൻ കൃത്യമായിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോവുക. ഡിയോപോളി ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ആർ ഓൺലി 2 സെല്ലർ either സെല്ലിംഗ് ഐഡൻറ്റിക്കൽ ഓർ ഡിഫറൻഷ്യേറ്റഡ് പ്രോഡക്ട്സ്. ഡിയോപോളി, DUO. ഡിയോ എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ട്വൈസ് ഓർ 2. ഏതെങ്കിലും ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ 2 സെല്ലേഴ്സ് ഒക്കെ 2 വിൽപ്പനക്കാർ ഉണ്ടെങ്കിൽ അവരെങ്ങനെയൊക്കെയാണ് പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് എനിത് പറഞ്ഞിട്ടുണ്ട്. ഐദർ സെല്ലിംഗ് ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരേ സാധനം തന്നെ വിൽക്കുകയോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുകയോ ചെയ്യാം. ബട്ട് അത് വിൽക്കാൻ വേണ്ടി ജസ്റ്റ് 2 സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ മാർക്കറ്റിൻ്റെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 2 സെല്ലേഴ്സും ഒരേ പ്രോഡക്റ്റ് തന്നെയാണ് വിൽക്കുന്നതെങ്കിൽ 2നും സെയിം പ്രൈസ് തന്നെ ഇടാൻ പറ്റത്തുള്ളൂ. പക്ഷേ 2 ഫേമുകളും 2 പ്രോഡക്റ്റാണ് വിൽക്കുന്നതെങ്കിൽ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് ചാർജ് ചെയ്യാറാണ് പതിവ്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ കൺസ്യൂമേഴ്സ്, അതായത് വി പീപ്പിൾ, നമ്മൾ മാർക്കറ്റിൽ വരുന്ന ഉപഭോക്താക്കൾ ഇതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതിലേതാണോ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി. കാരണം ഒത്തിരി നടക്കേണ്ട ആവശ്യമില്ല, 2 മാർക്കറ്റേ ഉള്ളൂ, 2 പേര് ഇത് തരാനായിട്ടുള്ളൂ. ഇവർ ഈ തരുന്നതിൽ അല്പം പ്രൈസ് കൊടുത്താലും പ്രോഡക്റ്റ് എയുടെയാണ് നല്ലതെങ്കിൽ കൂടുതൽ ആളുകൾ എയിലേക്ക് തിരിയും. മറ്റേതെന്ന് പറയുന്നത് ഇപ്പോൾ പ്രൈസ് വളരെ കൂടുതലാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റിന് പക്ഷേ ക്വാളിറ്റി ഇല്ലയെന്ന് വന്നു കഴിഞ്ഞാൽ ബിയിലേക്ക് നമ്മൾ തിരിയും. മനസ്സിലായോ? ഇതാണ് അതിൽ ഏതാണോ നല്ലതെന്നുള്ളത് അവരുടെ വിവേചന ശക്തി അനുസരിച്ച്, ഡിസ്ക്രിമിനേഷൻ പവർ അനുസരിച്ച് അവർ വലിയ കാര്യമായിട്ട് പ്രൈസൊന്നും വലിയ കാര്യം നോക്കത്തില്ല. പക്ഷേ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ആരാണോ വിൽക്കുന്നതെന്നുള്ള ഘടകങ്ങൾ നോക്കിയിട്ട് കൂടുതൽ ആളുകൾ ആ ഫേമിൻ്റെ പ്രോഡക്ട്സ് വാങ്ങാനായിട്ട് ശ്രമിക്കും. പക്ഷെ അങ്ങനെ ഒരു കുഴപ്പം ഇതാണ്, ഇങ്ങനെ 2 വില കിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ ഒരു ഫേമിന് ലാഭമായി 50 രൂപ കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ 2 ഫേം 2 വില ഇടുവാണെങ്കിൽ അവർക്കൊരു 80 രൂപ വരെ കിട്ടാം. എന്ന് പറഞ്ഞാൽ 50 എന്തൊക്കെ ചെയ്താലും 50 കിട്ടുള്ളായിരുന്നു. നമുക്കത് 30 രൂപ കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നതിനെയാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് സിസ്റ്റത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡിയോപോളി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആദ്യത്തെ 2 ലൈൻ, ഡിയോപോളി ഇസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ആർ ഓൺലി 2 സെല്ലേഴ്സ് ഐദർ സെല്ലിംഗ് ഐഡൻറ്റിക്കൽ ഓർ ഡിഫറൻഷ്യൽ പ്രോഡക്ട്സ്, അത്രയും അണ്ടർലൈൻ ചെയ്യുക. ലാസ്റ്റ് ലൈനിൽ കണ്ടോ, ബട്ട് ദ ഫെയിം, അവിടെ തൊട്ട് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്യുക. ഫെയിം വിത്ത് ബെറ്റർ പ്രോഡക്റ്റ് ക്യാൻ ഏൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഇത്രയും ഇതിൻ്റെ അകത്ത് നല്ല സംക്ഷിപ്തമായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റാണ് മോണോപ്സോണി എന്ന് പറയുന്നത്. എന്താണ് മോണോപ്സോണി? ഈസ് എ മാർക്കറ്റ് കണ്ടീഷൻ, അണ്ടർലൈൻ ചെയ്യുക, വെയർ ദർ ഈസ് ഓൺലി 1 ബയർ ഇൻ ദ മാർക്കറ്റ്. ഓർക്കുക, സെല്ലേഴ്സ് ഒത്തിരി ഉണ്ടാവും, പക്ഷേ ഇത് വാങ്ങാൻ വേണ്ടി ഒരൊറ്റ ബയർ മാത്രമേ ഉള്ളൂ. ദ സിംഗിൾ ബയർ ബൈസ് ദ ഹോൾ ഓഫ് ദി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഓൾ സെല്ലേഴ്സ്. ഈ എല്ലാ വിൽപ്പനക്കാരും വിൽക്കുന്ന സാധനങ്ങൾ ഇവർ ഒരൊറ്റ ഫേം മാത്രം കംപ്ലീറ്റ് എന്ത് ചെയ്യാണ്, വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദർ ഈസ് ഓൺലി 1 സിംഗിൾ ബയർ, ഹി ഹാസ് എ സ്ട്രോങ് ബാർഗെയിനിങ് പൊസിഷൻ. എന്ന് പറഞ്ഞാൽ ഒരു 50 പേര് അല്ലെങ്കിൽ 100 പേര് ഒരു പ്രോഡക്റ്റ് വിൽക്കുവാനായിട്ട് ഉണ്ട്. ഉദാഹരണം, ഇപ്പം നമ്മുടെ ഇത് റിവേഴ്സായിട്ട് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് വേഗം മനസ്സിലാകും. നമ്മുടെ എല്ലാ വീടുകളിൽ റബ്ബറുണ്ട്, നമ്മളെല്ലാവരും റബ്ബർ വിൽക്കാനായിട്ട് റെഡിയാണ്. സെല്ലേഴ്സ് ഇത് വാങ്ങാനായിട്ട് റബ്ബർ ബോർഡിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരൊറ്റ ബയർ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? നമുക്ക് ചെറുതായിട്ടുള്ള മാർക്കറ്റുകൾ മാറുന്നതനുസരിച്ച് ഇപ്പം മീരാമറ്റം അല്ലെങ്കിൽ തൊടുപുഴ ഇങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നേരിതായിട്ടുള്ള വിലയിൽ വ്യത്യാസം ഉണ്ടാവാം. എന്നാലും നമ്മുടെ വണ്ടിക്കുല്ലെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒത്തിരി വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല. എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് റബ്ബർ
ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ പറയുന്ന നമ്മൾ നെൽകർഷകരാണെങ്കിൽ നമ്മുടെ നെല്ല് ഏറ്റെടുക്കുന്ന ഒരു സിംഗിൾ അതോറിറ്റി ആണെങ്കിൽ അവരുടെ കയ്യിലാണ് ബാർഗെയിനിങ് പൊസിഷൻ. ബാർഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വില പേശുക. ബാർഗെയിനിങ് പൊസിഷൻ അവരുടെ സൈഡായ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കാരണം അവർ പറയുന്ന വില, അവർ പറയുന്ന സമയം, ഇത് നോക്കിയാൽ നമുക്ക് ഈ സാധനം വിൽക്കാനായിട്ട് പറയത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ജസ്റ്റ് ലൈക്ക് മൊണോപോളിസ്റ്റ് ട്രൈങ് ടു മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ്. ഓർഗ മൊണോപോളി എന്ന് പറയുന്ന സിംഗിൾ സെല്ലറായിരുന്നു, ഒരൊറ്റ വിൽപ്പനക്കാരനേ ഉള്ളൂ. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, ദേ ആർ ട്രൈങ് ടു മാക്സിമൈസ് ഹിസ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മാക്സിമം ലാഭം ഏറ്റെടുക്കാനായിട്ടാണ് അയാൾ ശ്രമിക്കുന്നത്. എ മോണോസോണിസ്റ്റ് വിൽ ട്രൈ ടു മാക്സിമൈസ് ഹിസ് കൺസ്യൂമർ സർപ്ലസ്. ഓർക്കുക, ഇവിടെ വരുമ്പോഴത്തേനും മോണോസോണിസ്റ്റ് എന്ന് പറയുന്നത് അയാൾ ബയറാണ്, സിംഗിൾ ബയറാണ്. അപ്പോൾ അയാൾ എന്തിനു വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്നത്, മാക്സിമൈസ് ഹിസ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഫീസിബിൾ ആയിട്ടുള്ള റേറ്റിൽ മാക്സിമം ഈ സാധനങ്ങൾ എന്ത് ചെയ്യണം, അയാൾക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ ഇപ്പം എന്തൊക്കെ പത്രത്തിൽ ന്യൂസ് കണ്ടാലും 1 കിലോ റബ്ബറിന് 600 രൂപ, 1000, 2000 രൂപയെന്ന് അതൊന്നും മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന് ഒരു ഫീസിബിൾ ആയിട്ടുള്ള ലാഭം കിട്ടിയാൽ മാത്രം മതി, അത്രയേ ഉള്ളൂ. ബാക്കി അതൊരു മൈൻഡ് ചെയ്തിട്ടായിരിക്കും അയാൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഡക്റ്റിന് വില നിശ്ചയിക്കുന്നത്. പിന്നെ പറയുന്നത് കൺസ്യൂമർ സർപ്ലസ് ഈസ് മാക്സിമം അറ്റ് എ പ്രൈസ്. എപ്പോഴാണ്, വെൻ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ആണ്. അപ്പോൾ പറയുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽ ആയിട്ടാണ് മാർജിനൽ കോസ്റ്റ്. എപ്പോഴാണ്, വെൻ മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റിക്ക് ഈക്വൽ ആകുന്നു, തുല്യമായിട്ട് മാർജിനൽ കോസ്റ്റ് എപ്പോഴാകുന്നു ആ സമയത്താണ് ഇവർ ട്രേഡിംഗ് നടക്കുന്നത്. അതാണ് മോണോസോണിയുടെ പ്രത്യേകത. അടുത്തതാണ് ബൈലാറ്ററൽ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്. ദ ടേം ബൈലാറ്ററൽ മൊണോപ്പൊളി ഈസ് അപ്ലൈഡ് ടു എ സിറ്റുവേഷൻ, അണ്ടർലൈൻ ചെയ്യുക, വെൻ എ മൊണോപ്പൊളി ഓഫ് പർച്ചേസ് ഈസ് മാസ്ഡ് വിത്ത് ദി മൊണോപ്പൊളി ഓഫ് സെയിൽ. അതായത് മാർക്കറ്റിൽ ഒരൊറ്റ മൊണോപോളിസ്റ്റും മൊണോസോണിസ്റ്റും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരൊറ്റ ബയറും ഒരൊറ്റ സിംഗിൾ സെല്ലർ മാത്രമേ മാർക്കറ്റിലുള്ളൂ. അടുത്ത പേജുണ്ട്, അതിൻ്റെ ലാസ്റ്റ് ലൈൻ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. അണ്ടർ ബൈലാറ്ററൽ മോണോപ്പൊളി ദർ ഈസ് ഓൺലി എ സിംഗിൾ സെല്ലർ ആൻഡ് സിംഗിൾ ബയർ. അവിടെ ഒരൊറ്റ സിംഗിൾ സെല്ലറും ബയറും മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ബൈലാറ്ററൽ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഒളിഗോപ്സോണി എന്ന് പറഞ്ഞാൽ എന്താണ്. ഒളിഗോപ്സോണി ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ എ, അണ്ടർലൈൻ ചെയ്യുക, ദ പ്രസൻസ് ഓഫ് മെനി സെല്ലേഴ്സ് ആൻഡ് ഫ്യൂ ബയേഴ്സ്. ഓർക്കുക, ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഒളിഗോപ്സോണി എന്ന് പറയുന്നത് ഒളിഗോപോളിയുടെയും മൊണോപ്സോണിയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതിനെയാണ് ഒളിഗോപ്സോണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റ് സിറ്റുവേഷൻ്റെ പ്രത്യേകത ഇതാണ് പറഞ്ഞിരുന്നത്. എന്താണ്, മെനി സെല്ലേഴ്സ്, ഒത്തിരി വിൽപ്പനക്കാരുണ്ട്, പക്ഷെ കുറച്ച് ബയേഴ്സ് മാത്രമേ ഇതിന് ഉള്ളൂ. ആസ് ദ സെല്ലേഴ്സ് ആർ മെനി ആൻഡ് ബയേഴ്സ് ആർ ലിമിറ്റഡ്, ദർ ഇസ് എ സ്ട്രോങ് കോമ്പറ്റീഷൻ അമംഗ് ദ സെല്ലേഴ്സ്. അങ്ങനെ വരുമ്പോഴത്തേൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, വിൽപ്പനക്കാരുടെ ഇടയ്ക്ക്, സെല്ലേഴ്സിൻ്റെ ഇടയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ ഒളിഗോപ്സോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓൺലി ഫ്യൂ ബയേഴ്സ് ആൻഡ് മെനി സെല്ലേഴ്സ്. അടുത്തായിട്ട് പേജ് നമ്പർ 176 കാണാൻ പോകുന്നതാണ് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഓർ കൺസിഡറേഷൻസ് വൈൽ ഫോർമുലേറ്റിംഗ് എ പ്രൈസ് പോളിസി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നേരത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് പഠിച്ചോളണം, അറ്റ്ലീസ്റ്റ് പോയിന്റിലും പഠിക്കുക. ഇതല്പം വേഗം ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത് നിങ്ങൾക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന സിമ്പിൾ പോയിൻറ്റ്സേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മളൊരു പ്രോഡക്റ്റിനോ സർവീസിനോ വില നിശ്ചയിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവായി നമ്മൾ പരിഗണിക്കേണ്ടത്, കൺസിഡർ ചെയ്യേണ്ടത്. ഒന്നാമത്തെയാണ് പറഞ്ഞിരുന്നത്, നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ വില നിശ്ചയിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ വില നമ്മളെങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്. ഉദാഹരണം ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈം ആയപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ പെർമിഷനോടുകൂടി നമ്മൾ സാനിറ്റൈസർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ യൂണിറ്റായിട്ട് ഫോം ചെയ്തു, എന്നിട്ട് സാനിറ്റൈസർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ വില എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ വെച്ചായിരിക്കും നമ്മളിത് ഫുള്ള് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, objective of a business. A firm may have different objectives and pricing is means to achieve those objectives. So these objectives, therefore before deciding a particular pricing policy, a business firm should consider its main goals and objectives. ഓർക്കുക, നമ്മുടെ ഈ സാനിറ്റൈസർ ഉണ്ടാക്കി വിൽക്കുവാനായിട്ട് പോകുന്ന ഈ ബിസിനസ്സിൻ്റെ ലക്ഷ്യം എന്താണ്? To produce the sanitizer and distribute eventually to
ദ ഹോൾ സൊസൈറ്റി. നമ്മളെ എല്ലാ സ്ഥലങ്ങളിലും സാധ്യതയുള്ള സാഹചര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഈ പ്രോഡക്റ്റ് വിൽക്കുവാനായിട്ടാണ് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. 2, കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ്. It is a most important factor that should be taken into account before deciding a price policy. The price of product should cover at least the cost of production and the reasonable profit. നമുക്കപ്പം ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി വില ഇടാൻ സാധിക്കുമോ അതോ കുറച്ച് വിലയാണോ ഇതിന് ഇടേണ്ടതെന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ പറയുന്നത് നമുക്ക് അതിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കണം, കൂടുതൽ വില നിശ്ചയിക്കുമ്പോൾ ഇതിൻ്റെ കോസ്റ്റിനേക്കാൾ കൂടുതൽ എന്ത് കിട്ടിയിരിക്കണം, നമുക്ക് ലാഭം കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സാനിറ്റൈസർ വിൽക്കുന്ന സമയത്ത് സാനിറ്റൈസർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കെമിക്കൽസിന് വിലയുണ്ട്, അതിന് ലൈസൻസ് ഉള്ളവർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ പിന്നെ അത് വാങ്ങണമെങ്കിൽ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഓവർകം ചെയ്താലേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ലൈസൻസ് എടുക്കുന്നത് തൊട്ട് ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഐസോപ്രോപ്പൈൽ ലായനി കിട്ടുക എന്നുള്ളത് അങ്ങനെ നോർമലി ആളുകൾക്ക് കിട്ടുന്ന കേസല്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ അതിനാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ്. ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ നോർമലി നമുക്ക് വരുന്ന സാനിറ്റൈസർ എന്ന് പറയുന്നതിനെല്ലാം ഒരു 100-150 രൂപ റേഞ്ചിലാണ് മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏറ്റവും നല്ല ഇതെന്ന് ഉദാഹരണം ഇപ്പോൾ നമ്മുടെ ICUകളിൽ ഓപ്പറേഷൻ തിയേറ്റർ OTകളിലൊക്കെ യൂസ് ചെയ്യുന്ന സാനിറ്റൈസർ ആണെങ്കിൽ 600 രൂപ വില വരുന്നതാണ്. 600-650 രൂപ വില വരുന്ന സാനിറ്റൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു സാധാരണ ആളുകളെ കൊണ്ട് ഓൾറെഡി ഇപ്പം ജോലികളൊന്നും ഇല്ലാതെ ആളുകൾ വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് സാനിറ്റൈസർ 600 രൂപ മേടിക്കാൻ നടക്കുകയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റി കുറച്ചിട്ട് ആളുകളെ കൊണ്ട് പറ്റുന്ന റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, ഇവ വിൽക്കുവാനായിട്ട് സാധിക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്ന ഡിമാൻഡ് ഫോർ ദി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ടും കൊറോണ സീസൺ കോവിഡിൻ്റെ ഒരു സമയമായതുകൊണ്ട് നല്ല ഡിമാൻഡുണ്ട്. കാരണം ഇത് വർഷങ്ങളായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ടൗണിനടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചപ്പോഴത്തേനാണ് പറഞ്ഞത് 9 വർഷമായിട്ട് ഇവിടെ ഒരു ബോട്ടിൽ നമ്മുടെ ടൗണിൽ തന്നെ ഇരിക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 9 വർഷമായിട്ട് സാനിറ്റൈസർ ഇരിപ്പുണ്ടായിരുന്നു, ഇതുവരെ ഒരു മനുഷ്യനെ ചോദിച്ചു വന്നിട്ടില്ല. എക്സ്പയർ കഴിഞ്ഞ ഞാൻ എടുത്ത് കളഞ്ഞു. ഒരാഴ്ച കഴിയുമ്പോഴത്തേനുമാണ് ഈ കോവിഡ് എന്ത് ചെയ്യുന്നത്, അനൗൺസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിന് വലിയ ഡിമാൻഡൊന്നുമില്ല. ഈ അസുഖം കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞ് ഇങ്ങനെ വസ്തു പിന്നെ നമുക്ക് ആവശ്യമില്ല ശരിക്കും. അങ്ങനെ എല്ലാ കാലങ്ങളിലും ആളുകളൊന്നും ഇതിനെക്കുറിച്ച് അവെയർ ആയിരുന്നില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിന് നല്ല ഡിമാൻഡുള്ള സമയമാണ്. നെക്സ്റ്റ്, കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഇസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ടേക്ക് ഇൻടു കൺസിഡറേഷൻ ബിഫോർ ഫോർമുലേറ്റിംഗ് എ പ്രൈസ് പോളിസി. കോമ്പറ്റീഷൻ നോക്കേണ്ടത് മറ്റ് സാനിറ്റൈസറുകൾക്ക്, അതായത് കോമ്പീറ്റിംഗ് പ്രോഡക്ട്സിന് അവർ കൊടുത്തിരിക്കുന്ന വില എത്രയാണെന്ന് നമ്മൾ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രോഡക്റ്റിന് വില നിശ്ചയിക്കുന്നത്. അടുത്ത, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ ചാനലുകളിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ദ ഗുഡ്സ് ഫ്ലോ ഫ്രം ദി പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ ടു ദി പോയിന്റ് ഓഫ് കൺസംഷൻ. നമുക്കിത് എത്രത്തോളം ദൂര സ്ഥലങ്ങളെ കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കണം. നമ്മുടെ ഇവിടെ ഇപ്പോൾ മേലുകാവിൽ നമ്മുടെ കോളേജിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം എത്രത്തോളം ദൂരെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഈ സമയങ്ങളിൽ പോകാൻ സാധിക്കും. അതാണ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളായിട്ട് ഒരു വണ്ടിയായിട്ട് പോകാതെ ഒരു പക്ഷേ ആ റൂട്ടിലേക്ക് പോകുന്ന വേറെ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചെറിയ കമ്മീഷൻ കൊടുത്തിട്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എത്തിക്കാനായിട്ട് സാധിക്കും. അത് പിന്നെ മറ്റൊരു ഘടകമാണ്. അടുത്തതാണ് ഗവൺമെൻറ് ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ഇൻഫ്ലേഷണറി ട്രെൻഡ്സ് ഇൻ ദി എക്കോണമി, ഗവൺമെൻറ് മേ സംതിങ് ഇനാക്ട് ലെജിസ്ലേഷൻസ് ടു കൺട്രോൾ പ്രൈസ് ഓഫ് സർട്ടൻ പ്രോഡക്ട്സ്. ചില വിലകളുടെ പ്രൈസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഇത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഈ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിക്കഴിയുമ്പോൾ ഇപ്പോൾ ഹാൻഡ് വാഷിനും സാനിറ്റൈസറിനും നല്ല ഡിമാൻഡുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിനാഷണൽ കമ്പനികളോ അതുപോലെ കുത്തക വ്യാപാരികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഡിമാൻഡിനനുസരിച്ച്, നിങ്ങൾക്കറിയാം മാസ്കിൻ്റെ വില ജസ്റ്റ് 10 രൂപ, 5 രൂപ, 3 രൂപ വില ഉണ്ടായിരുന്ന സാധനത്തിന് ഇപ്പോൾ 27 രൂപ വന്നു. അത് കഴിഞ്ഞ് ലോക്കൽ വലിയ കാര്യം കൊണ്ട് ഇഫക്റ്റീവ് ഒന്നും അല്ലെങ്കിലും ലോക്കലി ഒത്തിരി ആളുകൾ വീട്ടിൽ തയ്ക്കാനൊക്കെ തുടങ്ങിയ സാധനം നേരെ 10 രൂപയിലോട്ട് വന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഗവൺമെൻറ്, നിങ്ങൾക്കറിയാം, ലെജിസ്ലേഷൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. കാരണം അവശ്യ സാധനങ്ങളുടെ പട്ടികയിൽ എന്ത് വന്നു, മാസ്ക് വന്നു. ഫേസ് മാസ്ക് വന്നപ്പോൾ അതിന് വില കൂട്ടാൻ പാടില്ല, ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, നിയമ നടപടി ഉണ്ടാകും എന്നതിനകത്ത് പറഞ്ഞിരുന്നു. അടുത്ത് പറഞ്ഞതാണ് ബിസിനസ് സൈക്കിൾ. എ കമ്പനി ഹാസ് ടു അഡോപ്റ്റ് ഡിഫറെൻറ്റ് പ്രൈസിംഗ് പോളിസി ഡ്യൂറിങ് ഡിഫറെൻറ്റ് ഫേസ് ഓഫ് ബിസിനസ് സൈക്കിൾ സിൻസ് ദ ഡിമാൻഡ് കണ്ടീഷൻ ആർ അൺഫേവറബിൾ ഡ്യൂറിങ് റിസഷൻ ആൻഡ് ഡിപ്രഷൻ പീരീഡ്. ദ പ്രൈസ് മേ ബി റിഡ്യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് സെയിൽസ് ലെവൽ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊറോണ ഡിക്ലെയർ ചെയ്ത കുറച്ച് സമയത്തേക്ക് നമുക്ക് സാനിറ്റൈസർ ലഭ്യമല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിൽ ഇത് വ്യാപകമായിട്ട്
എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലഭ്യത എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വില നിശ്ചയിക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ഈ സാനിറ്റൈസർ എന്ന് പറയുന്ന സാധനം കൊണ്ട് ഈ സാധനം ഇപ്പം കൊറോണ കൊല്ലാനായിട്ട് പറ്റുന്നില്ല എന്നൊരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ഔദ്യോഗിക ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്ഷൻ മൊത്തം ഫ്ലോപ്പ് ആകും. കാരണം ഇതാരും വാങ്ങത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സേഫായൊരു പ്രൈസ് വേണം നമുക്ക് ഇതിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ജനറൽ കൺസിഡറേഷൻ വൈൽ ഫോർമുലേറ്റിംഗ് എ പ്രൈസിങ് പോളിസി എന്ന് പറയുന്ന വില നിശ്ചയിക്കുമ്പോൾ നമ്മൾ കാണേണ്ട കാഴ്ചകൾ അല്ലെങ്കിൽ മുൻകൂട്ടി കാണേണ്ട വീക്ഷണങ്ങളാണ് ഇതിൽ പറയുന്നത്. അടുത്ത ഹെഡിലേക്ക് നമ്മൾ പോവുകയാണ്, പ്രൈസിങ് പോളിസി. എന്തൊക്കെ നയങ്ങളാണ് നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസിൻ്റെ വില നിശ്ചയിക്കുമ്പോൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടത്? പ്രധാനമായും 3 തരത്തിലാണ് ഈ പ്രൈസിങ് പോളിസീസ് ഉള്ളത്. ഒന്ന് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി, 2 ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി, 3 കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി. ആദ്യത്തെയാണ് പറയുന്നത് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി. എങ്ങനെയാണ് കോസ്റ്റുമായി ബന്ധപ്പെടുത്തി നമ്മളൊരു ഫേമിൽ അവരവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന് വില നിശ്ചയിക്കുന്നത്? അതാണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസിയിൽ പറയുന്നതാണ്, ഈ പറയുന്ന പ്രൈസിങ് പോളിസീസിൽ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ഷൻ എത്രയാണോ അതിൻ്റെ ബേസിലായിരിക്കും നമ്മളൊരു പ്രോഡക്റ്റിന് വില നിശ്ചയിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയൊരു പ്രൈസിങ് പോളിസി ഫിക്സ് ചെയ്യുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഓർത്തോളുക. നമ്മൾ നിശ്ചയിക്കുന്ന വില എപ്പോഴും ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മുടെ കയ്യിൽ നിന്ന് വന്ന കോസ്റ്റിനെ ഓവർകം ചെയ്യുന്ന വിലയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് 5 രൂപയായിരുന്നു അതിൻ്റെ കോസ്റ്റ് ആയെങ്കിൽ 5 രൂപയ്ക്ക് മുകളിലോട്ട് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ എല്ലാ ചാർജും ഉൾപ്പെടെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ എന്താ പറയുന്നത് ഈ അത് വിൽപ്പനയിൽ വരുന്ന സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ അത് വരുന്ന കോസ്റ്റും കൂടെ ഒഴിവാക്കിയിട്ടുള്ള നമ്മളൊരു 5-ന് മുകളിലോട്ടുള്ളൊരു വിലയാണ് നമ്മൾ നിശ്ചയിക്കുന്നതെങ്കിൽ അതെയാണ് ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ബേസിൽ വില നിശ്ചയിക്കുക എന്ന് പറയുന്നത്. 2 കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. അതായത് ഇപ്പോൾ ഈ കാണുന്ന 3 തിയറികൾ കോസ്റ്റ് ഓഫ് പ്രൈസിങ് പോളിസിയെ നമുക്ക് പ്രധാനമായും 3 ക്ലാസിഫിക്കേഷൻ തിരിക്കാൻ സാധിക്കും. ഇത് നിങ്ങളൊരു ഗ്രാഫ് പോലെ പേപ്പറെ വരച്ച് പഠിക്കേണ്ടതാണ്. കോസ്റ്റ് ഓഫ് പ്രൈസിങ് പോളിസിയെ 3ആയിട്ട് തിരിക്കുന്നു. 1 കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, 2 റേറ്റ് ഓഫ് റിട്ടേൺ ROR എന്ന് പറയുന്ന റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് എന്ന് പറയുന്നത്, 3 ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഓർക്കുക, നമ്മൾ നിശ്ചയിക്കുന്ന വിലയോട് കൂടെ പ്ലസ് ആഡ് ചെയ്യുന്നുണ്ട് എന്താണ്? കോസ്റ്റ് എലമെൻറ്റ്. ഇവിടെ കോസ്റ്റ് എലമെൻറ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് ലൈൻ്റെ എൻഡിങ് ഉള്ള സെൻറ്റൻസ് തൊട്ട് അണ്ടർലൈൻ ചെയ്യുക. ഇൻ ദിസ് മെത്തേഡ് ഇതാണ് കാണാൻ പഠിക്കേണ്ടത്. ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ഫിക്സ്ഡ് ബൈ. ഒരു പ്രോഡക്റ്റിൻ്റെ വില നമ്മൾ നിശ്ചയിക്കുമ്പോൾ എങ്ങനെയാണ്? ആഡിങ് എ സർട്ടൻ പെർസെൻറ്റേജ് ടു ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ആ വില നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിനോട് കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പല പല കാരണങ്ങൾ കൊണ്ട് വേരിയേഷൻ, ഏതൊക്കെ ചില ഫാക്ടേഴ്സിൻ്റെ അകത്ത് വേരിയേഷൻ വരാനായിട്ട് സാധിക്കും. ഇപ്പം വേരിയേഷൻ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, റോ മെറ്റീരിയലിൻ്റെ വിലയൊക്കെ എന്ത് ചെയ്യാം, ഓൾവേസ് വേരിയേഷൻ വരുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫാക്റ്റാണ്. ഈ ഫാക്റ്റിലുണ്ടാകുന്ന ആവറേജ് വേരിയബിൾ കോസ്റ്റിൽ വരുന്ന ചേഞ്ച് എത്രയാണോ അതും കൂടെ നമ്മൾ മുൻകൂട്ടി ആ എമൗണ്ടും കൂടെ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസിങ്ങിന് കൂടെ ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് തന്നെ നോക്കുക. ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ₹50. ഒരു പ്രോഡക്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് നമ്മളൊരു ശരാശരി എടുക്കുന്നു, 50 രൂപയാണ് വരുന്നത്. അതിൻ്റെ കൂടെ എന്തുകൂടെ ചെയ്യുന്നു, 60% നമ്മൾ ഒരു ഇൻക്രീസും കൂടെ വരുത്തിയാണ്. അതിൻ്റെ എത്രയാണ് വരുന്നത് നോക്കുക. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര വരും? 6×30 അല്ലേ, 50 രൂപയുടെ 60%, 30 രൂപ വരും. അപ്പോൾ 50 + 30 = 80 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് 80 രൂപയാണ്. അതായത് 30 രൂപ ഇൻക്ലൂഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെട്ടേക്കുന്നത്? ഫിക്സഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഓർക്കുക, ഒരു പ്രോഡക്റ്റിന് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് ദി റോ മെറ്റീരിയൽ, ലേബർ, ഇങ്ങനെയുള്ള വേരിയേഷൻ വരുന്ന കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി എടുത്തിട്ട് എത്രയേ വന്നുള്ളൂ? 50 രൂപ വന്നുള്ളൂ. അതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ് രണ്ടും കൂടെ കൂടി 60% ആഡ് ബാക്ക് ചെയ്യുമ്പോൾ 30 രൂപ കിട്ടും. അങ്ങനെ 50 + 30 = 80 രൂപയാണ് ആ പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ആണ് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിംഗ് എന്ന് പറയുന്നത്. എന്താണ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിംഗ്? ഈ മുകളിൽ കണ്ട കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് ഈ റേറ്റ് ഓഫ് റിട്ടേൺ ROR എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്, മുകളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്. ടാർഗറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ആഡഡ് വിത്ത് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റിൻ്റെ ആകെയുള്ള കോസ്റ്റിനോട് കൂടെ എന്തുകൂടെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ്, മുകളിൽ പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ലേബർ അതിൻ്റെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് പ്രോഫിറ്റ്, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേനാണ് ടാർഗറ്റ് റിട്ടേൺ എന്ന് പറയുന്നത്. റിട്ടേണിൻ്റെ അകത്ത് ലാഭത്തിൻ്റെ എലമെൻ്റ് ഉണ്ടെന്ന് ഓർക്കുക. പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നുണ്ടോ, ഇറ്റ് ഈസ് ഓൾസോ എൻഷുർ അറ്റ് ഡിസൈഡ്, അണ്ടർലൈൻ ചെയ്യണേ, സെക്കൻഡ് ലാസ്റ്റ് ലൈൻ എൻഡിങ് നോക്കുക. ഇറ്റ് ഓൾസോ ദ കോസ്റ്റ് ആൻഡ് ഇറ്റ് ഓൾസോ എൻഷുർ എ ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അതായത് ഗവൺമെൻറ് ടാക്സ് കൊടുത്തു കഴിഞ്ഞും എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നിന്ന് കിട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിങ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ള അർത്ഥം. പ്രതീക്ഷിക്കുന്ന ലാഭം, ഫിക്സഡ് കോസ്റ്റ്, ടാക്സ് കൊടുക്കുന്നത്, ഇതെല്ലാം കൂടെ പോയി കഴിഞ്ഞാലും ഒരു ചെറിയ എലമെൻറ്റ് പ്രൈസ് നമുക്ക് മീൻസ് ലാഭം നമുക്ക് കിട്ടണം. ആ വിലയും കൂടെ ഇതെല്ലാ ഘടകങ്ങളും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസിങ് നമുക്ക് ഇതിനു വേണ്ടി ആഡ് ചെയ്യുന്നത്. അതായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സംഭവം വായിച്ച് നോക്കുക. അടുത്താണ് പറഞ്ഞത് ബ്രേക്ക് ഇവൻ പ്രൈസിങ് എന്ന് പറയുന്നത്. എന്താണ് ബ്രേക്ക് ഇവൻ പ്രൈസിങ്? ബ്രേക്ക് ഇവൻ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്, ദാറ്റ് ഈസ് ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ഒരു പ്രോഡക്റ്റിന് വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ചിലവ് കംപ്ലീറ്റ് ആയി തിരിച്ച് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് വേണ്ടി 5 ലക്ഷം രൂപ നമ്മൾ ഇറക്കി, 5 ലക്ഷം രൂപ തിരിച്ച് കിട്ടി. 5,01,000 വന്നു കഴിഞ്ഞാൽ ലാഭമാണ്. 4,999 എന്ന് വന്നു കഴിഞ്ഞാൽ എത്രയാകും? അത് 1 രൂപയുടെ നഷ്ടം വരും. മനസ്സിലായി? അപ്പോൾ ഇത് രണ്ടും കൂടെ 5 ലക്ഷം കോസ്റ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ലക്ഷം റവന്യൂ ആണ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഇവൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വിലയിൽ, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ ഗ്രാഫ് കണ്ടിട്ടുണ്ടാവും, ഏത് പോയിന്റിലാണ് ലാഭമോ നഷ്ടമോ ഇല്ലാത്ത വരുന്നെങ്കിൽ ആ വിലയിൽ നിന്ന് ആ ഒരു പോയിന്റ് കണക്കാക്കിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസ് നിശ്ചയിക്കുന്നത്. രണ്ടാമത്തെ പ്രൈസിങ് പോളിസി ആയിരുന്നു ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് നമ്മൾ വില നിശ്ചയിക്കുമ്പോൾ ആ പ്രോഡക്റ്റിനെ പ്രതീക്ഷിക്കാവുന്ന ഡിമാൻഡും കൂടെ കണക്കിലെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി നിശ്ചയിക്കുന്നത്. ഈ പ്രൈസിങ് പോളിസിയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ലൈൻ തുടങ്ങുന്ന ഹാഫ് പാരഗ്രാഫ് മിഡ് പോർഷൻ തൊട്ട് അത് അണ്ടർലൈൻ ചെയ്യണം. എ ഹൈ പ്രൈസ് ഈസ് ചാർജ്ഡ് വെൻ ദ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ആൻഡ് എ ലോവർ പ്രൈസ് ഈസ് ചാർജ്ഡ് വെൻ ദ ഡിമാൻഡ് ഈസ് ലോ. അതായത് ഡിമാൻഡ് വളരെ കുറവാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വളരെ കുറവായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിമാൻഡ് വളരെ കൂടുതലാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ വിലയും നമ്മൾ എന്ത് ചെയ്യും, കൂട്ടിയാണ് ഇടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിമാൻഡ് അടുത്ത് അണ്ടർലൈൻ ചെയ്യുക. ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസീസ് നോൺ ആസ് കസ്റ്റമർ ഓറിയൻറ്റഡ് അപ്രോച്ച് ടു പ്രൈസിങ്. അതും പഠിച്ചോളണം. ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി എന്ന രണ്ടാമത്തെ പോയിന്റിനെ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? കസ്റ്റമർ ഓറിയൻറ്റഡ് അപ്രോച്ച് ടു പ്രൈസ് എന്നാണ്. കസ്റ്റമർ ഓറിയൻറ്റഡ് അർത്ഥം എന്താണ്? കസ്റ്റമർ ഓറിയൻറ്റഡ് മീൻസ് കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ച്, കസ്റ്റമേഴ്സിൻ്റെ താല്പര്യത്തെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിൻ്റെ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് കസ്റ്റമർ ഓറിയൻറ്റഡ് അപ്രോച്ച് ടു പ്രൈസിങ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയാണ് പറയുന്നത് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രൈസിങ് പോളിസീസിൽ ഈ ഒരു പ്രൈസിങ് പോളിസി ഒരു പ്രത്യേക പ്രൈസിങ് പോളിസിയാണ്. എപ്പോഴും നമ്മുടെ കോമ്പറ്റീറ്റർ ആരാണോ, മത്സരാർത്ഥികൾ അല്ലെങ്കിൽ എതിരെ ശത്രു എനിമി ആരാണോ സെയിൽസിലുള്ളത്, അവർ ചാർജ് ചെയ്യുന്ന പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ പ്രോഡക്റ്റിന് പ്രൈസ് നിശ്ചയിക്കുന്നത്. ഒരിക്കലും എന്ത് ചെയ്തില്ല, ആദ്യം നമ്മൾ പഠിച്ച പോലെ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഡിമാൻഡോ 1-2 ഘടകങ്ങളൊന്നും അവർ മൈൻഡ് ചെയ്യത്തില്ല. കോസ്റ്റ് ഉണ്ടായാലും ഡിമാൻഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ മൈൻഡ് ചെയ്യത്തില്ല. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ എത്ര രൂപയാണോ, ഉദാഹരണം ഇപ്പം പോൺസ് ഒരു പൗഡർ ആണെങ്കിൽ പോൺസിൻ്റെ പൗഡർ ഇത് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് തൊട്ടടുത്ത കമ്പനി എന്ത് ചെയ്യുന്നത്, അടുത്ത കുട്ടികൾ അല്ലെങ്കിൽ ഡോവ് അങ്ങനെയുള്ള സാധനങ്ങൾ അവർ അവരുടെ പൗഡറിന് വില നിശ്ചയിക്കുന്നത്. വേറെ ഒരു ഫാക്റ്റും അവർ എന്ത് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ലൈൻ സെൻറ്റർ വെച്ചൊന്ന്
അണ്ടർലൈൻ ചെയ്യുക, ഞാൻ ഈ വായിക്കുന്നോളം വരെ. ദ പ്രൈസ് ചാർജ്ഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ് ഈസ് ദ ഡിസൈഡിങ് ഫാക്ടർ ബിഹൈൻഡ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. ഇൻ ദിസ് മെത്തേഡ് neither the cost of production nor the demand influence pricing decision. ഈ പറയുന്ന ഒരു കാര്യങ്ങൾ അതിൽ ഡിപ്പെൻഡ് ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ് പ്രൈസിങ് ഓഫ് ന്യൂ പ്രോഡക്ട്സ്. ഓർക്കുക, ഇത് ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. ന്യൂ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് അർത്ഥമാണ് പ്രധാനമായും ഉള്ളത്. ഒന്നാമത്തെ മീനിങ് എന്ന് പറയുന്നത് ഇതുവരെ മാർക്കറ്റ് ഇല്ലാത്തതും പണ്ടുള്ളവരും വലിയ കാര്യമായിട്ട് കണ്ടിട്ടില്ലാത്തൊരു പ്രോഡക്റ്റ്, അതാണ് ന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് അതിനൊരു അർത്ഥമുള്ളത് നിലവിലുള്ളൊരു പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മേക്കപ്പ് ചെയ്ത് വീണ്ടും കുറേ ഫീച്ചേഴ്സൊക്കെ കൂടിയിട്ട് പുതിയതായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്, അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമുക്കെന്ന് വിളിക്കാം. ഇതിന് രണ്ടിനും ന്യൂ പ്രോഡക്റ്റ് എന്നാണ് സാധാരണയായി പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ന്യൂ പ്രോഡക്റ്റിന് വില നിശ്ചയിക്കുന്നത്. വേറെ ആർ 2 ഓപ്ഷൻസ്. പേജ് നമ്പർ 180 രണ്ടാമത്തെ പാരഗ്രാഫ് കണ്ടോ, അന്ന് അണ്ടർലൈൻ ചെയ്യുക. വേറെ ആർ 2 ഓപ്ഷൻസ് അവൈലബിൾ ഫോർ മേക്കിംഗ് ന്യൂ പ്രോഡക്റ്റ്. സ്കിമ്മിങ് പ്രൈസ് ആൻഡ് പെനിട്രേഷൻ പ്രൈസിങ്. നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്, സ്ഥിരം ചോദിക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എന്താണ് സ്കിമ്മിങ് പ്രൈസ്? ഫസ്റ്റ് ഓഫ് ഓൾ, സ്കിമ്മിങ് പ്രൈസ് എന്നുള്ളതായിട്ടുള്ള പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യുക. സ്കിമ്മിങ് പ്രൈസിങ് ഈസ് എ പ്രൈസിങ് സ്ട്രാറ്റജി വെയർ എ ഹൈ പ്രൈസ് ഈസ് ചാർജ്ഡ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദി പ്രോഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ +1 +2 തൊട്ടൊക്കെ പഠിക്കുന്ന ഒരു സംഭവമാണ്, എക്കണോമിക്സൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സ്കിമ്മിങ് പ്രൈസ്, പുതിയതായി നമ്മളൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയെന്ന് വിചാരിക്കുക. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ, ഇനീഷ്യൽ ടൈമിൽ തന്നെ ഹൈ പ്രൈസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ വലിയ വില എങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് വരുന്ന കോസ്റ്റ് ആവാം ഒരു പക്ഷേ അത് എന്ത് ചെയ്യുന്നത് ഇത്രയും വലിയ വില കൊടുക്കാനായിട്ട് സാധിക്കുന്നതെന്നാണ് പറയുന്നത്. ഉദാഹരണം, നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പം നേരത്തെ നിങ്ങൾക്കറിയാം ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ബാഹുബലി 2 ഇറങ്ങിയപ്പോൾ, 1 അല്ല 2 ഇറങ്ങിയപ്പോൾ ഈ മോഡലൊരു പ്രൈസിങ് വന്നായിരുന്നു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് എന്താ പറയുന്നത്, ലോകം ഒട്ടാകെ നോക്കിയിരിക്കുന്നൊരു പടമാണ് KGF സെക്കൻഡ് പാർട്ട്. KGF സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത്, അപ്പോൾ ഇതാണ് നേരത്തെ നമ്മൾ ഉണ്ടായിരുന്നൊരു വില ഞാൻ പറയാം. ഈ ബാഹുബലി 2 ഇറങ്ങിയ സമയത്ത്, കൺക്ലൂഷൻ എന്ന് പറഞ്ഞ ഇറങ്ങിയ സമയത്ത് ഒരു 1 or 2 വീക്സിലേക്കൊന്നും എന്ത് ചെയ്താൽ അവിടെ ചെന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല, അത് ഓൺലൈനിൽ തന്നെ പോകും. ഈ ടൈമിൽ പ്രീമിയം ക്ലാസ് ഏറ്റവും ടോപ്പിൽ വരുന്നതിനകത്ത് 390 രൂപയ്ക്ക് അടുത്തേക്കായിരുന്നു പെർ ഹെഡ് വന്നുകൊണ്ടിരുന്നത്, ഒരാൾക്ക് ടിക്കറ്റിങ് വന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ചില കമലഹാസൻ പടങ്ങൾ അല്ലെങ്കിൽ ഈ രജനീകാന്ത് പടങ്ങളൊക്കെ ചില സാധനങ്ങൾ ഈ മൊഴിമാറ്റ ചിത്രങ്ങൾ കാണാം. ചിലപ്പോൾ ഇത് അട്ടർ ഫ്ലോപ്പായിരിക്കും, യുവമാർക്ക് തന്നെ അറിയാം ഇത് അട്ടർ ഫ്ലോപ്പായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ മാക്സിമം തിയേറ്ററുകളിൽ പല രാജ്യങ്ങളിൽ, എല്ലായിടത്തും മലയാളികളുണ്ടല്ലോ, എല്ലാം പോയിരുന്ന് കാണും. അപ്പം ഈ പറയുന്ന മാക്സിമം, അല്ലെങ്കിൽ തമിഴിൻ്റെ ഇതായിരിക്കാം, മാക്സിമം തിയേറ്ററുകളിൽ ഒറ്റ ലോഞ്ചാണ്. ആ ടൈമിൽ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പ്രൊമോഷനും പരിപാടി എല്ലാം കൂടെ കൊണ്ട് ആദ്യത്തെ ഒരു 1-2 ദിവസവും കൊണ്ട് മാക്സിമം കളക്ഷൻസ് ഇവർ ഒറ്റയടിക്ക് നേടിയെടുക്കും. കാരണം 3-ാം ദിവസം റിവ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ചിലപ്പോൾ 4-ാം ദിവസം കണ്ടെന്ന് പോലും വരില്ല. അപ്പോൾ അതൊരു പ്രൈസിങ് സ്ട്രാറ്റജിയാണ്. മാക്സിമം ഹൈ പ്രൈസ് ഇതിനെ ചാർജ് ചെയ്ത് ഇനീഷ്യൽ ടൈമിൽ തന്നെ അതിൻ്റെ കോസ്റ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞതാണ് താഴെ പറയുന്ന ഘടകങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വിലയിടാനായിട്ടുള്ള കാരണം. 1, ദർ ഇസ് നോ കോമ്പറ്റീഷൻ ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ്. ഓർക്കുക, ഇനീഷ്യൽ സ്റ്റേജിൽ ഈ പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ സർവീസിനോ പ്രത്യേകാൽ എന്തുണ്ടാവില്ല, കോമ്പറ്റീഷൻസ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് മാക്സിമം ആളുകൾ ഇത് തന്നെ എന്ത് ചെയ്യത്തുള്ളൂ, ചൂസ് ചെയ്യത്തുള്ളൂ. 2, ആസ് ദി പ്രോഡക്റ്റ് ഈസ് എൻറ്റയർലി ന്യൂ കസ്റ്റമേഴ്സ് വുഡ് ലൈക്ക് ടു ഹാവ് ദ പ്രോഡക്റ്റ് ഈവൻ അറ്റ് എ ഹൈ പ്രൈസ്. ഈ പോയിന്റിൽ പറഞ്ഞിരുന്നതാണ്, ഈ പ്രോഡക്റ്റ് സാധാരണ ജനങ്ങൾക്ക് പുതിയതാണ്, അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള ഐഡിയ ഒന്നും ഉണ്ടാവത്തില്ല, അത് എൻറ്റയർലി ന്യൂ ആയിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ പറഞ്ഞിരുന്നതാണ് രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞതാണ്, മോർ കസ്റ്റമേഴ്സ് ക്യാൻ ബി എൻകറേജ്ഡ് ടു യൂസ് ദ പ്രോഡക്ട്സ് ബൈ ഗ്രാജുവലി റെഡ്യൂസിങ് ദ പ്രൈസ്. ഓർക്കുക, ഈ പ്രോഡക്റ്റിന് ശരിക്കും ഇതിൻ്റെ ലാഭം കൊയ്യുക എന്ന് പറയുന്നത് ഈ തുടക്കത്തിലല്ല. ഓക്കെ, കാരണം നമ്മളിപ്പോൾ പറഞ്ഞ ഫിലിമിൻ്റെ കാര്യം തന്നെ ഓർക്കുക. ഇപ്പോൾ വരാൻ പോകുന്നതിന് 390 ആണെങ്കിൽ നോർമലി കുറേ ഒരു നല്ലൊരു ശതമാനം അത്രയും പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ അതിനുള്ള കഴിയില്ലാത്ത ആളുകൾ, അത്രയും ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കൊരു കാര്യം അറിയാം, ഈ 390 താഴോട്ട് വന്ന് എത്ര വരും, 150 വരും, ഉറപ്പായിട്ടും വരും. ആ ടൈമിൽ നമുക്ക് പോയി കാണാമെന്നുള്ളത് ഒരു ആവറേജ് റേറ്റ് ആയി കഴിയുമ്പോഴത്തേനും പിന്നെ പടം ഭയങ്കരമായിട്ട് അങ്ങ് ഓടാൻ തുടങ്ങും. അതുകൊണ്ട് അത് ഇവർക്കും നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത്തരം പ്രൈസ്
ഇടുന്നത്. ആരും തന്നെ ഈ ലോ ആയിട്ടുള്ളത് കാണാതിരിക്കാൻ വേണ്ടി ആദ്യം വില കൂട്ടി ഇടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ കുറയ്ക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ആളുകൾ വരാനായിട്ട് സാധിക്കും. കാരണം ഇതിനകത്ത് വേറെ അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യമില്ല, തുടക്കം തന്നെ ചെറുതും കിട്ടാൻ പറയുന്നത്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈ പ്രൈസ് ഇടുമ്പോൾ ഒരു അൺറിട്ടൺ ലോ, എഴുതപ്പെടാത്തൊരു നിയമം എല്ലാവരുടെയും മനസ്സിലുണ്ട്. എന്താണ്? ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും ഈ പ്രോഡക്റ്റ് എന്ന്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓഫർ മറ്റ് കാര്യങ്ങളെല്ലാം റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വില കുറയ്ക്കുമെന്ന് പറയുമ്പോൾ ഒരിക്കലും അതിൻ്റെ ക്വാളിറ്റി പോകുന്നില്ല, വില കുറയുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ഗ്രാജുവലി പിന്നെ അത് 150, 200 വരുന്ന സമയത്ത് കൂടുതൽ ആൾ കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ മനസ്സിലിരിക്കുന്ന തീം എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളുടെ മനസ്സിലിരിക്കുന്നത് 390 പ്രോഡക്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യും, 150 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല, പ്രൈസ് മാത്രമേ കുറയുന്നുള്ളൂ. അതാണ് അടുത്തൊരു സ്ട്രാറ്റജി. അടുത്തൊരു കാര്യം പറയുന്നതാണ്, ഈ മാർക്കറ്റിൽ ഇച്ചിരൂടെ സ്റ്റേബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ശത്രു വന്ന് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആ മാർക്കറ്റിൻ്റെ നല്ലൊരു ഭാഗവും പിടിച്ചെടുക്കുക. അതാണ് ക്രീം ഓഫ് ദി മാർക്കറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ഭാഗവും ഏറ്റവും സത്തുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ തിരിച്ചെടുത്തിരിക്കും. ആൻഡ് ഈ പോയിന്റ് പറയുന്നതാണ്, ഹൈ പ്രൈസ് ക്യാൻ ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ ഓഫ് എ സുപ്പീരിയർ പ്രോഡക്റ്റ് ഇൻ ദ മൈൻഡ്സ് ഓഫ് എ കൺസ്യൂമേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജനങ്ങളുടെ മനസ്സിലാദ്യം തന്നെ കാണുമ്പോൾ വലിയ വില ഉണ്ടെങ്കിൽ അതിന് ഭയങ്കര സുപ്പീരിയർ പ്രോഡക്റ്റ്സാണ് വരാൻ പോകുന്നത് എന്നുള്ള ഒരു തെറ്റായ ഇംപ്രഷൻ മനസ്സിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു ഇംപ്രഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. അത് വന്നു കഴിയുമ്പോഴേ ഇത് നല്ലതാണോ ചീത്തയാണോ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. നെക്സ്റ്റ് പോയിൻ്റാണ് പെനിട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ലൈൻ്റെ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കുക. ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് സ്കിമ്മിങ് പ്രൈസിങ്. പെനിട്രേഷൻ പ്രൈസിങ് ഈസ് എ പ്രൈസിങ് സ്ട്രാറ്റജി വെയർ ലോ പ്രൈസ് ഈസ് ചാർജ് ഇൻ ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഇൻട്രൊഡക്ഷൻ. അതായത് ഒരു പ്രോഡക്റ്റിനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും ചെറിയ വിലയാണ് ആദ്യം നമ്മൾ ഇടുന്നത്. സ്കിമ്മിങ്ങിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള വിലയാണ് ഇടുന്നതെങ്കിൽ പെനിട്രേഷൻ്റെ പ്രത്യേകത ഇതാണ്, ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ആൻഡ് ഇത് ഓഫ് എ പ്രോഡക്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് പെനിട്രേറ്റിംഗ് ഇൻ ടു മാർക്കറ്റ് ടു ഹോൾഡ് എ മാർക്കറ്റ് പൊസിഷൻ. അതായത് മാർക്കറ്റ് പൊസിഷൻ ഈ കുറഞ്ഞ വിലയിൽ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് വരുന്നത്. അപ്പോൾ ഫോളോവിങ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ചാർജിങ് ലോ പ്രൈസ്. ഇങ്ങനെ ലോ പ്രൈസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഗുണം ജസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്താൽ മതി. ഇറ്റ് ഹെൽപ്സ് ദ ഫേം ടു അണ്ടർലൈൻ ഗെയിൻ ആൻഡ് എൻട്രി ഇൻ ടു എ മാർക്കറ്റ്. ഈസി ആയിട്ട് നമുക്ക് മാർക്കറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് ലോ പ്രൈസ് ഹെൽപ്സ് ടു അട്രാക്ട് ദ കസ്റ്റമേഴ്സ് ഓഫ് കോമ്പറ്റേഴ്സ്. നമ്മുടെ ചെറിയ വിലയിൽ ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോമ്പറ്റേഴ്സിൻ്റെ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ കുറേ കൺസ്യൂമേഴ്സ് ഉണ്ടാകും. ആ കൺസ്യൂമേഴ്സിനെ നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ കയ്യിലേക്ക് വലിക്കാനായിട്ട് സാധിക്കും. അടുത്ത മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നതാണ്, അണ്ടർലൈൻ ചെയ്യുക. ലാർജ് വോളിയൂം ഓഫ് സെയിൽസ് ആൻഡ് ഡിറൈവ് ദി അഡ്വാൻറ്റേജ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അതായത് ഒറ്റയടിക്ക് ലാർജ് സ്കെയിൽ സെയിൽസ് കാഴ്ചവെക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് 5 ലക്ഷം അല്ലെങ്കിൽ 5 കോടി ക്വാണ്ടിറ്റി പെട്ടെന്ന് മാർക്കറ്റിലേക്ക് വിറ്റ് പോകുന്നു. അതിനനുസരിച്ച് അഡിക്വേറ്റായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നതാണ്, ഇതെങ്ങനെയുള്ള പ്രോഡക്റ്റിലാണ് കൂടുതലായിട്ട് ഫേവറബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൂടുതലുള്ളത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണെന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ വില നേരെ താഴോട്ട് വരുമ്പോഴത്തേനും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, അത് മേടിക്കാനായിട്ടുള്ള താല്പര്യം കാണിക്കും. ഓക്കെ, അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമുക്കറിയാം. കഴിഞ്ഞ മാസങ്ങളിൽ ഇപ്പോൾ പക്ഷിപ്പനി വന്ന സമയത്ത് ചിക്കൻ്റെ വില 39 രൂപ വരെ താഴോട്ട് വന്നു. ആ സമയത്ത് എന്ത് പക്ഷിപ്പനിയാണെങ്കിലും ആളുകൾ കൂടുതൽ ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ സാധിച്ചു, ബൈ ചെയ്യാനായിട്ടുള്ള ഒരു റെഡിനെസ് കാണിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഇതാണ് പ്രൈസിങ് സ്ട്രാറ്റജീസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് PLC, ബ്രാക്കറ്റിൽ എഴുതണം കേട്ടോ. PLC അഥവാ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റ് നമ്മൾ ആദ്യമായി മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞുണ്ടാകുന്ന സമയം തൊട്ട് വലിയ പ്രായമുള്ള ഒരാളാകുന്നു, അത് മരിക്കുന്നതോളം വരെയുള്ള സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഡക്റ്റിനും സർവീസിനും ഇതേപോലുള്ള സ്റ്റേജുകളുണ്ട്. അതിനെയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ആ പ്രോഡക്റ്റിൻ്റെ ജീവിതചക്രം എങ്ങനെയാണ്. ഒന്നാമത്തെയാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നിങ്ങൾ പഠിക്കണം. പക്ഷേ എളുപ്പമാണ്, ഒത്തിരി എളുപ്പമുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ്, അണ്ടർലൈൻ ചെയ്യുക, ഇൻ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോഡക്റ്റ്. സിൻസ്
കസ്റ്റമേഴ്സ് അവയർനെസ് ഇസ് മിനിമം അറ്റ് ദിസ് സ്റ്റേജ്. പ്രൊമോഷണൽ എക്സ്പെൻസസ് ആർ ഹൈ ആൻഡ് സെയിൽസ് വോളിയം ഈസ് ലോ. അത്ര പഠിച്ചാൽ മതി. അതായത് ഒരു പ്രോഡക്റ്റ് ആദ്യമായി മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അവെയർനെസ് എന്ന് പറയുന്നത് വളരെ മിനിമമായിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് പ്രൊമോഷണൽ എക്സ്പെൻസ് ആർ ഹൈ ആൻഡ് സെയിൽസ് വോളിയം ഈസ് ലോ. ഓക്കെ, സെയിൽസ് വോളിയം എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ വിൽപ്പന എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതേപോലെ എന്തുകൂടെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കസ്റ്റമേഴ്സിൻ്റെ അവയർനെസ് കുറവാണ്. പിന്നെ പ്രൊമോഷണൽ എക്സ്പെൻസസ് ഹൈ ആയിരിക്കുന്നതാണ്. കാരണം ആർക്കും അറിയില്ലാത്തൊരു പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ വിൽക്കേണ്ടതെങ്കിൽ കൂടുതൽ പ്രൊമോഷൻ എക്സ്പെൻസ് അതിന് വേണ്ടി നമുക്ക് ചിലവാക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓരോ പ്രോഡക്റ്റിൻ്റെയും സ്വഭാവം അനുസരിച്ച് നമുക്ക് സ്കിമ്മിങ് പ്രൈസ് ഇടണോ പെനിട്രേഷൻ പ്രൈസ് ഇടണോ എന്ന് തീരുമാനിക്കാം. ഓക്കെ, സ്കിമ്മിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടാവും, ബിഗിനിങ് സ്റ്റേജിൽ വലിയ വിലയിടുന്നു. പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് സ്റ്റേജിൽ വളരെ ചെറിയ വിലയാണ് പ്രോഡക്റ്റിന് ഇടുന്നത്. ഇത് രണ്ടും ഓർക്കുക. സെക്കൻഡ് സ്റ്റേജാണ് പറയുന്നത് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോഡക്റ്റിന് പെട്ടെന്ന് റാപ്പിഡ് എന്നർത്ഥം സഡൻ എന്നാണ് അർത്ഥം. റാപ്പിഡ് അറിയിൽ എഴുതി വെക്കുക. റാപ്പിഡ് മാർക്കറ്റ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലേക്ക് ഈ പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പെട്ടെന്ന് ആളുകൾ ഇതിനെ എന്ത് ചെയ്തു, ക്യാച്ച് ചെയ്തു, അല്ലെങ്കിൽ ആളുകൾ സ്വീകരിച്ചു. ആൻഡ് ഇൻക്രീസ് ദ സെയിൽസ് വോളിയം എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സെയിൽസ് വോളിയം പെട്ടെന്ന് കൂടി. 1, 2, 3 യൂണിറ്റ് അല്ല, കുറേ യൂണിറ്റുകൾ പെട്ടെന്ന് തന്നെ വിറ്റുപോയി. അറ്റ് ദിസ് സ്റ്റേജ് പ്രോഫിറ്റ്സ് ആർ ഓൾസോ ഹൈ ബിക്കോസ് പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ ആർ സ്പ്രെഡ് ഓവർ എ ലാർജ് വോളിയം ഓഫ് സെയിൽസ്. അറ്റ് ദിസ് സ്റ്റേജ് അത് അണ്ടർലൈൻ ചെയ്യുക. അറ്റ് ദിസ് സ്റ്റേജ് എ ഹൈ പ്രൈസ് ഈസ് അഡ്വൈസബിൾ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഹെവി കൺസ്യൂമർ ഡിമാൻഡ്. അതായത് ഈ സ്റ്റേജിൽ പറയുന്നത് എപ്പോഴും ഹൈ പ്രൈസ് ആയിരിക്കും മോർ അഡ്വൈസബിൾ എന്നാണ് പറയുന്നത്. ഏറ്റവും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് ഹൈ പ്രൈസ് ആയിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹെവി ആയിട്ടുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ എപ്പോഴും എന്താണ് നല്ലത്, ഹൈ പ്രൈസാണ്. അപ്പം കൂടുതൽ നമുക്ക് ലാഭവും കൂടെ ഇതിൻ്റെ അകത്ത് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മൂന്നാമത്തെയാണ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. എന്താണ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയാൻ കാരണം? മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ബട്ട് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡിമിനിഷിങ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്പീഡ് ഇതിന് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ മാർക്കറ്റ് ക്ലച്ച് പിടിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ റൈവൽ ഫേംസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മുടെ ശത്രു ഫേം ഏതൊക്കെയാണോ, അല്ലെങ്കിൽ ശത്രു ഫേം എന്ന് പറയുന്നില്ല, കോമ്പറ്റീറ്റേഴ്സ് ആരാണോ അവരും അവരുടെ പ്രോഡക്റ്റ് ഈ സമയം ഇവിടെ മാർക്കറ്റിലേക്ക് ഇറക്കും. അങ്ങനെ വരുമ്പോൾ പ്രൈസ് സ്ട്രാറ്റജി അറ്റ് ദിസ് സ്റ്റേജ് ഷുഡ് ബി റെഡ്യൂസ് ദ പ്രൈസ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഡിമാൻഡ്. അങ്ങനെ വരുമ്പോൾ പഴയ വിലയിൽ തന്നെ നമുക്ക് ഉറച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ വില കുറയ്ക്കുക, ഇവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നമ്മുടെ ഡിമാൻഡ് സ്റ്റേബിളായിട്ട് നിർത്താനായിട്ട് സാധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് മേ ലീഡ് ടു അട്രാക്ട് ന്യൂ കസ്റ്റമേഴ്സ്. ഇത് പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക് കൂടുതലായി അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, നാലാമത്തെയാണ് ഡിക്ലൈൻ സ്റ്റേജ്. ഓർക്കുക, ഡിക്ലൈൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സെയിൽസും പ്രോഫിറ്റും എല്ലാം കുറയാൻ തുടങ്ങി. കാരണം കോമ്പറ്റീറ്റേഴ്സ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ ചീപ്പായിട്ടുള്ള റേറ്റിൽ എന്ത് ചെയ്യാൻ സാധിച്ചു, അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും സപ്ലൈ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കസ്റ്റമേഴ്സ് അവരുടെ കയ്യിലേക്ക് പോകുന്നതായിട്ട് കാണും. കാരണം നല്ല അല്പം കൂടെ ക്വാളിറ്റിയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നോട്ട് സസ്റ്റെയിൻ ഇൻ ദ മാർക്കറ്റ് ഷുഡ് ഫിക്സ് അറ്റ് എ വെരി ലോ പ്രൈസ്. അങ്ങനെ വരുമ്പോഴത്തേനും വളരെ കുറഞ്ഞ വില ഇവർ ഫിക്സ് ചെയ്താലേ ഇവർക്ക് മാർക്കറ്റിൽ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട പ്രൈസിങ് സ്ട്രാറ്റജിയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് അറ്റ് PLC പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളായിട്ട് നമ്മൾ കണ്ടത്. ഓക്കെ, ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷനാണിത്. പ്രോബ്ലംസ് ഇൻ പ്രൈസിങ് എ ന്യൂ പ്രോഡക്റ്റ്. പുതിയൊരു പ്രോഡക്റ്റിന് പ്രൈസിങ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് മാർക്കറ്റ് ഇൻഫർമേഷൻ. നമ്മുടെ പ്രസൻറ്റ് മാർക്കറ്റിൻ്റെ ടോൺ എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ എന്താണെന്നോ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരാജയപ്പെടുന്നു. അതാണ് ലാക്ക് ഓഫ് മാർക്കറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പുതിയതായൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് രണ്ടാമത്തെ ലൈനിൽ മൂന്നാമത്തെ വേർഡ് തുടങ്ങുന്നു. രണ്ടാമത്തെ ലൈനിലെ മൂന്നാമത്തെ വേർഡ്, ഡിമാൻഡ് ഫാക്ടേഴ്സ്, കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, കൺസ്യൂമർ റിയാക്ഷൻസ് എക്സെട്ര ആർ നോട്ട് അവൈലബിൾ. അതായത് പുതിയതായി നമ്മളൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ
അതിന് എത്രത്തോളം ഡിമാൻഡുണ്ട്, അല്ലെങ്കിൽ പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്താണ്, കൺസ്യൂമേഴ്സ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും, ഈ പറയുന്ന വിവരങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. കാരണം ഈ പ്രോഡക്റ്റ് ആരും ഉപയോഗിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ലാക്ക് ഓഫ് ഇൻഫർമേഷനാണ് എന്തിലേക്ക് നീങ്ങുന്നത്, അടുത്ത ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഓർക്കുക, ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് ഈ പ്രോഡക്റ്റിന് ലഭിച്ചെന്ന് വരികയില്ല. കാരണം അത് സ്റ്റാൻഡേർഡിൻ്റെ അത് വരുന്ന കാര്യങ്ങളാണ് ഒന്ന്. രണ്ടാമത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്നത് സർട്ടൻ ആട്രിബ്യൂട്ട്സ് ലൈക്ക് ക്വാളിറ്റി, ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അതിന് ഗുണമേന്മയുണ്ടോ, നല്ല ഡിസൈനാണോ, നല്ല കളറാണോ, വെയിറ്റ് ഉണ്ടോ, പാക്കേജിങ് ആൻഡ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഡിറ്റേറ്റ് സംഭവിക്കുന്ന നശിച്ചു പോകുന്ന പ്രോഡക്റ്റുകളാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് അത് പാക്ക് ചെയ്യാൻ ലീക്കൊന്നും ഉണ്ടാവാതെ, പൂപ്പലൊന്നും കയറാത്ത രീതിയിൽ, എയർ കയറത്തില്ല, അത് എയർ ടൈറ്റ് ആയിട്ടൊക്കെ പാക്ക് ചെയ്യേണ്ട സാധനങ്ങളാണെങ്കിൽ അങ്ങനെ. ഇതൊക്കെ ഇനി സ്റ്റാൻഡേർഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇല്ല എങ്കിൽ അത് വലിയൊരു പ്രോഡക്റ്റ്, ഇത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് ഒരു ഭീഷണിയാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, മൂന്നാമത് കാണുന്നത് ഹെവി പ്രൊമോഷണൽ എക്സ്പെൻസസ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഘടകം പറഞ്ഞിരിക്കുന്ന ഈ ഹെവി പ്രൊമോഷണൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇങ്ങനെ അതായത് കോമൺ മാൻ ഓർ കൺസ്യൂമേഴ്സിന് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. അങ്ങനെ വരുമ്പോഴത്തേന് എന്തായിരിക്കും പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കുഴപ്പം, ഒത്തിരി പ്രൊമോഷണൽ എക്സ്പെൻസ് നമുക്ക് ഇതിനു വേണ്ടി ഇറക്കേണ്ടി വരും. അതാണ് അടുത്തൊരു പ്രശ്നം പറയുന്നത്. ഒത്തിരി പ്രൊമോഷണൽ എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴും വെരി ഹൈ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അതായത് ഒരു റോങ് ഡിസിഷൻ ആയിരിക്കും. കാരണം ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത്രയും ഹെവി ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ചാർജ് വന്നു കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് നീങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രയും എമൗണ്ട് നമുക്ക് പെട്ടെന്ന് ഇക്വിലിബ്രിയം പോയിൻ്റൊക്കെ എത്തണമെങ്കിൽ കുറേ സമയം എടുക്കും. നാലാമത്തെ പറഞ്ഞിരുന്നതാണ് ഫിയർ ഓഫ് കൺസ്യൂമർ റിജക്ഷൻ. ഫിയർ ഓഫ് കൺസ്യൂമർ റിജക്ഷൻ എന്ന് പറയുന്ന നാലാമത്തെ പോയിന്റ് പറഞ്ഞിരുന്നതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ വിലയല്ല ഈ പ്രോഡക്റ്റിനുള്ളതെങ്കിൽ ഉറപ്പായിട്ടും അവർ ഈ പ്രോഡക്റ്റിനെ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. അതാണ് ഫിയർ ഓഫ് കൺസ്യൂമർ റിജക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടെസ്റ്റ് മാർക്കറ്റിംഗ്. ടെസ്റ്റ് മാർക്കറ്റിംഗ് മീൻസ് launching a new product in the market on a limited scale in order to know the reactions of the consumers. In order to know the reasonableness or otherwise of the price of a product may be sold at a different price at a different selected areas. This involves much time and cost, and if it's not done by the scientifically, the results will be misleading. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞതാണ് ചില സമയങ്ങളിൽ ഒരേ വില തന്നെ, ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരേ വില നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. പല മാർക്കറ്റുകളിൽ പല വിലയായിരിക്കും നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ടെസ്റ്റ് മാർക്കറ്റിംഗ് ക്ലിയർ ആയിട്ട് നോക്കണം. കാരണം ടൗൺ ഏരിയകളിൽ ഒരുപക്ഷെ ചില പ്രോഡക്റ്റുകൾ ടൗൺ ഏരിയയിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതലും ഗ്രാമപ്രദേശങ്ങളായിരിക്കാം വിറ്റ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഏത് മാർക്കറ്റിലാണ് ഹൈ റേറ്റ് അല്ലെങ്കിൽ ഏത് മാർക്കറ്റിലാണ് ലോ റേറ്റ് ഒക്കെ നോക്കേണ്ടത്, അത് നമ്മൾ മസ്റ്റായിട്ട് അത് അറിഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, പ്രൊഡക്ഷൻ പ്ലാനിങ്. പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞ ഇതാണ് പ്രീ റിക്വസ്റ്റ് ഫോർ പ്രൊഡക്ഷൻ പ്ലാനിങ് ഇൻ ദി കേസ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് ഈസ് വെരി ലിമിറ്റഡ് ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക, പ്രവചിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. നമ്മുടെ പ്രോഡക്റ്റിന് ഉണ്ടാകാൻ പോകുന്ന ഡിമാൻഡ് നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് സാധിക്കത്തില്ല. കാരണം ഈ പ്രോഡക്റ്റ് മുൻ വർഷങ്ങളിൽ വിറ്റിട്ടില്ല, ഇതിനൊരു പാസ്റ്റ് ഹിസ്റ്ററി ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഇതിനെക്കുറിച്ചൊരു പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. വെറുതെ ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഗോഡൗണിൽ കെട്ടിക്കിടക്കും, അത് നശിച്ചു പോകും. അതുകൊണ്ട് പ്രൊഡക്ഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഘടകമാണ്. ലാസ്റ്റ് വൺ, എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് ഡിറ്റർമിൻസ് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. എക്സ്പെൻസ് ലൈക്ക് അണ്ടർലൈൻ ചെയ്യുക. കോസ്റ്റ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ, മാർജിൻ ഓഫ് മിഡിൽ മെൻ എക്സെട്ര ക്യാൻ ബി നോൺ ഓൺലി ആഫ്റ്റർ ഇൻട്രൊഡ്യൂസിങ് ദ പ്രോഡക്ട്സ് ഇൻ ദി മാർക്കറ്റ്. പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാണ് സെയിൽസ് പ്രൊമോഷനും മാർജിൻ ഓഫ് ദി മിഡിൽ മെൻ എന്ന് പറഞ്ഞ ആരാണ്. നേരത്തെ ബിസിനസ് മാനേജ്മെൻറ്റിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലൊക്കെ നിങ്ങൾ നേരത്തെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാവാം, അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് കണ്ടിട്ടുള്ളതാവാം. ഹോൾസെയിലർ, റീറ്റെയിലേഴ്സ്, കൺസ്യൂമേഴ്സ്, ഇതായിരുന്നു. അപ്പോൾ ഈ ഹോൾസെയിലറിൽ നിന്ന് റീറ്റെയിലേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു മിഡിൽ മാൻ ഉണ്ട്. കാരണം ഇപ്പോൾ ഉദാഹരണം ഡൽഹിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം അല്ലെങ്കിൽ ഗുജറാത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം കേരളത്തിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കടയിൽ, ഇടുക്കിയിലോ കോട്ടയത്തൊക്കെ ഇരിക്കുന്ന കടയിലോട്ട് ഈ പ്രോഡക്റ്റ് വരണമെങ്കിൽ ഇതിന് നടുക്കൊരു മിഡിൽ മാൻ ഉണ്ടാവാം.
ഓക്കെ, അവരാണ് ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ സപ്ലൈസ് എന്നൊക്കെ പറയുന്നത്. ഈ മിഡിൽമാൻ്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ പ്രോഡക്റ്റ് ഇവിടെ എത്തുന്നു. അപ്പം ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്ത് ഈ മിഡിൽമാൻ്റെ എത്ര രൂപ ചാർജ് ചെയ്യണമെന്നുള്ളത് വി ആർ നോട്ട് അവെയർ. ദ പ്രൈസ് ഷുഡ് ഇൻക്ലൂഡ് ദ കോസ്റ്റ് ഓഫ് ഓൾ ദീസ് എക്സ്പെൻസ്. അപ്പോൾ ഈ പറയുന്ന എക്സ്പെൻസ് എല്ലാം കണക്കിലെടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് പ്രൈസ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇത്രയും പോയിൻറ്റ്സ് 7 എണ്ണമാണ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലംസ് ഇൻ എ പ്രൈസിങ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മസ്റ്റായിട്ടും എല്ലാവരും കാണാതെ പഠിക്കുക. അങ്ങനെ നമ്മുടെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് സെക്ഷൻ തീർന്നു. ഇനി നമുക്ക് കുറച്ചുകൂടെ പോർഷൻസ് ചില മൊഡ്യൂളുകൾ എടുക്കാനുണ്ട്. അത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.